Here we discuss the additional points discussed about the topic line spectra in the textbook Modern Physics by Kenneth Crane. So we have already seen that the radiation from atoms, molecule or matter can be classified into continuous spectra and discrete spectra. So this discrete spectra is also called the line spectra. Okay. Discrete one is called the line spectra. So in the continuous spectra, all the wavelengths from some minimum to some maximum are being emitted. So generally this minimum can be varies from 0. Minimum 0 avam, maximum infinity avam. So all the wavelengths are there. For intensity oroninte different avam, but in the continuous spectra, all the wavelengths from some minimum to some maximum is there. So this minimum can be 0 and the maximum can be infinity also. So example for this is thermal radiation or black body radiation, that is the radiation from a hot glowing object. So we know that white light is a mixture of the different colors of visible light. So an object which glows white hot is emitting light at all wavelengths in the visible region. അപ്പോൾ വൈറ്റ് ഗ്ലോയിങ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് വിസിബിൾ റീജിയനിലുള്ള എല്ലാ വേവ്ലെങ്സും എമിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള റീജിയൻ നമുക്ക് അറിയില്ല. പക്ഷെ അതിന്റെ സ്പെക്ട്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോഡിയുടെ അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻ സ്പെക്ട്ര പരിശോധിച്ച് കഴിഞ്ഞാൽ വി കൻ സി ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഒരു മിനിമം മുതൽ 0 ആവണമെന്നില്ല, ഒരു മാക്സിമം വരെയുള്ള വേവ് ലെങ്ത് റേഞ്ചും കാണാൻ പറ്റാറുണ്ട്. ഓക്കെ. ബട്ട് നമ്മൾ ആറ്റത്തിന്റെ സ്പെക്ട്രോ കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഒരു വേപ്പർ ഫില്ല് ചെയ്യാം. അതായത് മെർക്കുറി, സോഡിയം, നിയോൺ അതിൻ്റെ എല്ലാം വേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദി ലൈറ്റ് ഇസ് എമിറ്റഡ് അറ്റ് എ ഫ്യൂ ഡിസ്ക്രീറ്റ് വേവ് ലെങ്ത്സ് ഉള്ളി. അപ്പം അതിൻ്റെ സ്പെക്ട്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരു സണ്ണിൻ്റെ സ്പെക്ട്രം ആകുമ്പോൾ എല്ലാ കളേഴ്സും കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ മെഴുകുതിരി കത്തുന്നതിൻ്റെയോ സ്പെക്ട്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ അതുപോലെ sodium vapor lamp ഒക്കെ സ്പെക്ട്രം പരിശോധിച്ചു കഴിഞ്ഞാൽ there are some discrete lines only. So this kind of spectra are called line spectra. Okay. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ലൈൻ സ്പെക്ട്രം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് നമ്മൾ വേപ്പർ ഫില്ല് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് അതിന് എനർജി കിട്ടുന്നു, അത് കൊളൈഡ് ചെയ്യുന്നു ഈ വേപ്പറുമായിട്ട്. അപ്പോൾ അതിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പെക്ട്രം കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രിസത്തിലൂടെ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലൈറ്റ്, വൈറ്റ് മെർക്കുറി ആണെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് കിട്ടും, സോഡിയം ആണെങ്കിൽ യെല്ലോ ലൈറ്റ് കിട്ടും, നിയോൺ ആണെങ്കിൽ ഒരു പിങ്ക് ഓർ റെഡ് ലൈറ്റ് കിട്ടും. സ്പെക്ട്രത്തിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ദി വേരിയസ് വേവ് ലെങ്ത് കമ്പോണൻസ് ഓർ ഫ്രീക്വൻസി കമ്പോണൻസ് ക്യാൻ ബി സീൻ. അപ്പോൾ മെർക്കുറിയുടെ എമിഷൻ സ്പെക്ട്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇത് സോഡിയത്തിന്റെ. അപ്പൊ ഇതിൽ ഇന്റൻസിറ്റി കൂടിയതാണ് അതിന്റെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതില് ഇത് 436 വരുന്നത് ബ്ലൂ ലൈറ്റ് ഇന്റൻസ് ആണ്. അതുപോലെ തന്നെ 546, ഓക്കെ, ദിസ് വൺ ഗ്രീൻ. സോ this blue and green of this mercury spectrum are intense. So this gives the mercury emission spectrum in the mercury vapor lamps a blue-green tint. Okay. അപ്പോൾ അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ അതിൽ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്, സ്ട്രോങ് ലൈൻ എന്ന് പറഞ്ഞാൽ 590 വരുന്ന ഈ ലൈനാണ്, യെല്ലോ ലൈൻ. അപ്പോൾ ഇത് ഒരു നല്ല സ്പെക്ട്രോമീറ്ററിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ദർ ആർ 2 lines. സോ ഇതൊരു ഡബ്ലറ്റ് ആണ്. സോ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ആണ്. സോ ദിസ് strong or intense line gives the light emitted from the sodium vapor lamp a yellowish color. അതുപോലെ തന്നെ നിയോൺ ലാംപ്സിന്റെ റെഡ് ഓർ പിങ്ക് ലൈൻസ് എന്ന് പറയുന്നത്, സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി റെഡ് കളർ ഓഫ് ദി നിയോൺ സൈൻസ്.
ഓക്കെ, സോ ഇതാണ് നമ്മളെ എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ഗ്യാസ് ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തു, എന്നിട്ട് സ്പെക്ട്രം ഒബ്സർവ് ചെയ്തു. ഓക്കെ, another kind of spectrum is absorption spectrum. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ we are passing a beam of white light source is there, so it's passed through a sample of gas. ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സോഴ്സ് ആണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. മെർക്കുറി വേപ്പർ ലാമ്പ് ഒന്നും പ്ലേസ് ചെയ്താൽ പോരാ, ഒരു കണ്ടിന്യൂസ്, നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സോഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഴ്സ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ വേവ് ലെങ്ത്തും ഉണ്ട്. സോ we can see that in the spectrum certain wavelengths are absorbed from this light, and we get some dark lines in the bright background. So again it is a line spectrum. അപ്പോൾ ലൈൻ ആയിട്ട് ചില വേവ് ലെങ്ത് മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്. So they are dark lines in the bright background. So that means at this point, at this wavelength, the absorption occurred. അപ്പോൾ ആ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈൻസ് മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. So this missing wavelength corresponds to the dark lines. So this figure gives the absorption spectrum of mercury and sodium. അപ്പോൾ here also നമ്മൾ വൈറ്റ് ലൈറ്റ് ഒരു ഗ്യാസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സോർബ് നടക്കുന്നു. പിന്നെ അതിൽ ഏതൊക്കെ ലൈൻസ് ആണ് അബ്സോർബ്ഡ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഡിസ്പേഴ്സ് ചെയ്യും പ്രിസം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആ സ്പെക്ട്രത്തിൽ ആ ലൈൻസ് മിസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൈറ്റ് ലൈറ്റ് നമ്മളൊരു ഗ്യാസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സോഡിയം ഫില്ല് ചെയ്ത് അതിൽ യെല്ലോ മിസ്സിംഗ് ആയിരിക്കും. പക്ഷെ ഇവിടെ കിട്ടുന്ന ലൈറ്റ് യെല്ലോ മിസ്സിംഗ് ആയിട്ടും അത് വൈറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും. അതിന് കുറേ അധികം യെല്ലോസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള യെല്ലോസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ യെല്ലോ ആണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിട്ടിയ വൈറ്റ് തന്നെ ഏകദേശം വൈറ്റിനോട് ക്ലോസർ ആയിരിക്കും. പിന്നെ അത് പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലുള്ള വേവ് ലെങ്ത് മിസ്സിംഗ് ആയത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ ഡിസ്പേഴ്സ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് ഈ കറസ്പോണ്ടിങ് ഈ സ്പെക്ട്രാസ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇത് മെർക്കുറിയുടെ എമിഷൻ സ്പെക്ട്രം ആണ്, ഇത് മെർക്കുറിയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ കുറച്ച് ലൈൻസേ ഉള്ളൂ, എമിഷൻ സ്പെക്ട്രത്തിൽ കൂടുതൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ എമിഷൻ സ്പെക്ട്രത്തിലുള്ള എല്ലാ ലൈൻസും നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ കാണാൻ പറ്റില്ല. പക്ഷെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ എമിഷൻ സ്പെക്ട്രത്തിൽ ഉണ്ടാവും. സെയിം വേവ് ലെങ്ത്തിലാണ് ഇത് ഓക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഡിയത്തിന്റെ നോക്കുകയാണെങ്കിലും ഇതാണ് അതിന്റെ എമിഷൻ സ്പെക്ട്രം, ആൻഡ് ദിസ് വൺ ഈസ് ഇറ്റ്സ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദർ ആർ ലെസർ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി അബ്സോർപ്ഷൻ സ്പെക്ട്രം. പക്ഷെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിലെ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ എമിഷൻ സ്പെക്ട്രത്തിൽ എന്തായാലും ഉണ്ട്. The interpretation of the line spectra is difficult in complex atoms like mercury, sodium, etc. അതിന്റെ കേസിൽ for example, in the case of mercury and sodium, some lines present in the emission spectra are missing from the absorption spectra. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്യുന്നത് സിംപ്ലസ്റ്റ് ആറ്റത്തിന്റെ കേസിലാണ്, ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും ഏകദേശം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ലൈമാൻ സീരീസ് എടുക്കുകയാണെങ്കിൽ അതിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം എമിഷൻ സ്പെക്ട്രം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എമിഷൻ സ്പെക്ട്രം ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ടിന് എമിഷൻ സ്പെക്ട്രം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈമാൻ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ സ്പെക്ട്രം. ഓക്കെ, സോ ഇൻ ദി സ്പെക്ട്ര വി കൻ സം regularities in the spacing of the spectral lines. So the lines will get closer together as the limit of each series is approached. So a series limit is marked over here. So we can see that the lines become closer and closer near the series limit. So now a scientist, Balmer, in the year 1885 noticed that the wavelengths of the group of emission lines of hydrogen in the visible region, so that is in the Balmer series, can be calculated using the formula lambda is equal to 364.5 nanometer into n square by n square minus 4, where n can take values 3, 4, 5, etc. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബാൾമർ സീരീസിന്റെ എക്സ്പ്രഷൻ തന്നെയാണ്. പക്ഷെ ഇതിൽ 1/λ പകരം ലാംഡയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ലാംഡ ഇൻ നാനോമീറ്റേഴ്സ്.
So that is the only difference. ആ ഫോർമുല നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. സോ ബാൾമർ arrived at this formula by trial and error method. അതായത് എക്സ്പെരിമെന്റിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഫോർമുലയിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് എൻ എംപിരിക്കൽ ഫോർമുല. അത് തിയോററ്റിക്കലി ഡിറൈവ് ചെയ്തതായിരുന്നില്ല. എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബാൾമർ സീരീസിലെ ഓരോ ലൈനും കിട്ടുന്ന രീതിയിൽ ഒരു എക്സ്പ്രഷൻ ബാൾമർ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അറൈവ് ചെയ്യാണ് ചെയ്തത്. സോ അപ്പോൾ ഇതിൽ n = 3 ആവുമ്പോൾ വി ഗെറ്റ് 656.1 നാനോമീറ്റർ which corresponds to the longest wavelength of the Balmer series of the hydrogen atom. And this formula is called the Balmer formula, and the series of lines that fit into this formula are called the Balmer series. അപ്പോൾ ഈ ബാൾമർ സീരീസിൽ എല്ലാ ലൈൻസും ഇതിനോട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ എക്സ്പ്രഷനിൽ n ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസ് ലിമിറ്റ് കിട്ടും 364.5. n ഇൻഫിനിറ്റി ആകുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇത് 1 ആയി തീരും. and lambda is equal to 364.5. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സീരീസിലെ സീരീസ് ലിമിറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഷോൺ ആസ് ഡാഷ്ഡ് ലൈൻസ് ഇൻ ദി ഫിഗർ. ഓക്കെ, so the series limit corresponds to the minimum wavelength in a particular series. അതുകൊണ്ട് തന്നെ അത് ലെഫ്റ്റ് എൻഡിലായിരിക്കും വരുന്നുണ്ടാവുക. എല്ലാത്തിലും ഇത് ലെഫ്റ്റ് എൻഡിലാണ് വരുന്നത്. And soon after this Balmer's discovery, it was discovered that all the other groupings, that means the other series, Lyman, Passion, Bracket and Fund series, grouping lines of the hydrogen spectra can be fed with a similar formula, which is having a form lambda is equal to lambda limit n square divided by n square minus n0 square. So where n can take values greater than n0. അപ്പോൾ n ന് ഇവിടെ എടുക്കാൻ പറ്റുന്നത് n0 plus 1, n0 plus 2, n0 plus 3, etc. And here lambda limit is the wavelength of the appropriate series limit. ഓരോ സീരീസിന്റെ കേസിൽ ഇത് ഡിഫറെന്റ് ആയിരിക്കും. ബാൾമർ സീരീസിന്റെ കേസിൽ 364.5 നാനോമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഫോർ ബാൾമർ സീരീസ് n0 is 2. For Lyman, n0 is 1. For Passion, n0 is 3. And for Bracket, n0 is 4. And for Fund series, n0 is 5. അപ്പോൾ ഓരോ സീരീസിന്റെയും സീരീസ് ലിമിറ്റ് അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലോങ്സ്റ്റ് വേവ് ലെങ്ത്തും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. n0 3 ആണ്. സീരീസ് ലിമിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ റിഡ്ബർഗ് ഇക്വേഷൻ വെച്ചിട്ട് ഓൾറെഡി കണ്ടതാണ്. ആ മെത്തേഡിലും ചെയ്യാം. അപ്പോൾ 3 ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 4 എന്നും 5 എന്നും 6 എന്നുള്ള ട്രാൻസിഷൻസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഹൈഡ്രജൻ വേവ് ലെങ്ത്തിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഹൈഡ്രജൻ എമിഷൻ വേവ് ലെങ്ത്തിനെ നമ്മൾ ഫ്രീക്വൻസീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ we can see that certain pairs of frequencies added together to give another frequency, so that appear in the spectrum. So that is called the Ritz combination principle. So any successful model of hydrogen atom should explain the occurrence of the interesting arithmetic regularities in the emission spectra, which is called the Ritz combination principle. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 2 ഫ്രീക്വൻസീസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു മൂന്നാമത്തെ ഒരു ഫ്രീക്വൻസി കിട്ടണം. ഓക്കെ, so there is a problem. Show that the longest wavelength of the Balmer series and the longest 2 wavelength of the Lyman series satisfy the Ritz combination principle. For Lyman series, lambda limit is 91.13. അതുപോലെ ബാൾമർ സീരീസിന്റെ നമുക്ക് ഓൾറെഡി അറിയാം സീരീസ് ലിമിറ്റ് അറിയാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ അതിന് ഓരോ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ബാൾമർ സീരീസിൽ ഇത് കണ്ടുപിടിച്ചു. അതുപോലെ ലൈൻമാൻ സീരീസിൽ ലോങ്സ്റ്റ് ആയിട്ടുള്ള 2 വേവ് ലെങ്ത്തും കണ്ടുപിടിച്ചു. ആൻഡ് അതിലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഫ്രീക്വൻസീസ് കിട്ടുന്നത് 4.57 × 10⁻14 ഹെർട്സ് ആണ്. ഇവിടെ കിട്ടുന്നത് 24.67 × 10⁻14 ഹെർട്സ് ആണ്. ദെൻ 29.24 × 10⁻14 ഹെർട്സ്. So adding the smallest frequency of Lyman series, smallest frequency means highest wavelength, to the smallest frequency of the Balmer series gives the next smallest frequency of the Lyman series. So this can be verified.
അപ്പോൾ ഈ ഫ്രീക്വൻസിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീക്വൻസി കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് verified. So this demonstrates the Ritz combination principle. Okay, thank you.